Good morning, dear students. Welcome back to Banking Theory, Law and Practices. Last class we were discussing about the functions of RBI, and we have discussed some of the functions of RBI, which is called monetary policy of RBI. So the functions of RBI is mainly classified into two categories: monetary policy and non-monetary policy. So here are some monetary policies, or we can call it as monetary functions or traditional functions of RBI. So last class we discussed ആദ്യത്തെ 4 monetary policies ആയിരുന്നു. Monopoly of note issue, banker to the government, bankers bank, and lender of last resort, then act as a clearing agent. So ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. So today we are going to discuss about controller of credit. Fifth point. Controller of credit is one of the important and main function of RBI. RBIയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. സോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതിനെ? കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ള RBIയുടെ ഫംഗ്ഷനെ. അഞ്ചാമത്തെ ഫംഗ്ഷനെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു quantitative credit control techniques and qualitative or selective credit control techniques. So today we are going to discuss about the quantitative credit control techniques. Quantitative credit control techniques പ്രധാനമായിട്ടും 4 ഫങ്ഷൻസ് ആണുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നത്? മെയിൻലി ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ RBIയുടെ കൺട്രോൾ ഓഫ് ക്രെഡിറ്റിൽ പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് റേറ്റ് പോളിസി, സെക്കൻഡ് വൺ open market operations, third one variable cash reserve ratio, and fourth one is variable statutory liquidity ratio. So അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് നോക്കാം. അതിൽ പ്രധാനമായിട്ടും 7 ടെക്നിക്സ് ആണ്. ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, സെക്കൻഡ് വൺ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്, ദെൻ തേർഡ് പോയിന്റ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, fourth point restriction on clean advances, fifth point credit liberalization to selected sectors, and next is credit authorization scheme, and seventh one is loan system for delivery of bank credit. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. Now let us discuss about the bank rate policy. Before that, let us check controller of credit function. It is one of the most important function of the RBI. RBI controls the credit with twin objectives of checking inflation and facilitating economic development of the country. ഈ ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ള ഫംഗ്ഷൻ RBI നിർവഹിക്കുന്നത് പ്രധാനമായിട്ടും 2 ഒബ്ജക്റ്റീവാണ് അതിനുള്ളത്. ഒന്ന്, ഇൻഫ്ലമേഷൻ തടയുക, അല്ല ചെക്ക് ചെയ്യുക. ഇൻഫ്ലമേഷൻ, പണപ്പെരുപ്പം. അപ്പം പണപ്പെരുപ്പം തടയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ്, രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് RBI കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ RBIക്ക് അതിനുള്ള പവർ കൊടുത്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടും 2 ആക്ട് പ്രകാരമാണ് RBIക്ക് ഇത്തരത്തിലുള്ള ഒരു പവർ
കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ രണ്ട് ആക്ടിലൂടെയാണ് RBIക്ക് ഇതിനുള്ള പവർ കൊടുത്തിരിക്കുന്നത്. So the Reserve Bank employs quantitative and qualitative weapons to control the credit. അപ്പം ഇങ്ങനെ ഈ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന ആ മെത്തേഡിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്നും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്നും ക്ലാസിഫൈ ചെയ്തു. അത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. അതിൽ ആദ്യത്തേതാണ് ബാങ്ക് റേറ്റ് പോളിസി. ഇപ്പം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലെ ആദ്യത്തെ വെപ്പണാണ് ബാങ്ക് റേറ്റ് പോളിസി എന്നത്. നമ്മൾ പറഞ്ഞു എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ബാങ്ക് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന മിനിമം റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസിനും ഇത് തന്നെ ബാധകമാണ്. സോ ഇതാണ് നമ്മൾ ബാങ്ക് റേറ്റ് പോളിസിയിൽ പറയാനുള്ളത്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇപ്പോൾ RBI നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുവാൻ വേണ്ടി RBI സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ട് എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നു? പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് മണി. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പ്രകാരം സെക്ഷൻ 17 ഈ ഒരു പവർ RBIക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ RBI ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് മണി. സോ ഇതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ അടുത്ത നോക്കിയേ, CRR അല്ലെങ്കിൽ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. ഈ ബാങ്കിങ്ങില് RBIയുടെ ഈ ടോപ്പിക്കിൽ പൊതുവെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ CRR, അതുപോലെ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതൊക്കെ റെഗുലർ ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഡെഫിനിഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. സോ എന്താണ് CRR അല്ലെങ്കിൽ വേരിയബിൾസ് ക്യാഷ് റിസർവ് റേഷ്യോ? ആസ് പെർ ദ സെക്ഷൻ 42 of the Reserve Bank of India Act 1934, every scheduled bank is required to maintain a fixed percentage of their time and demand deposit as cash reserve with RBI, and it is called statutory cash reserve ratio. നമ്മൾ നേരത്തെ ഈ ഡെഫിനിഷൻ പഠിച്ചതായിരുന്നു. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട്, അതായത് 1934 ആക്ട് പ്രകാരം എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അവരുടെ ഡിമാൻഡിന്റെ, അതായത് ഡെപ്പോസിറ്റിന്റെ, അവർ റിസീവ് ചെയ്ത ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് ആയിട്ട് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പെർസെൻറ്റേജിനെയാണ്, ഈ ഒരു റേഷ്യോ, ഈ ഒരു ശതമാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. Now let us see the definition of statutory liquidity ratio. ഇപ്പോൾ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ആസ് പെർ ദ സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, every commercial bank is required to maintain not less than 25% of its total time and demand liabilities, that means deposits, in liquid assets in the form of cash, gold, or unencumbered government and other securities with RBI. This is known as statutory liquidity requirement ratio. So, ഇത് ഏത് ആക്ട് പ്രകാരമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 24 പ്രകാരം എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും 25% കുറയാതെ അവർക്ക് ലഭിച്ച ഡെപ്പോസിറ്റിന്റെ 25% കുറയാത്ത ഡെപ്പോസിറ്റ് അത് ലിക്വിഡ് അസറ്റ് ആയിട്ട്, അതായത് ഇൻ ദ ഫോം ഓഫ് ക്യാഷോ അല്ലെങ്കിൽ ഗോൾഡോ ഗവൺമെന്റ് സെക്യൂരിറ്റീസോ ഒക്കെ ആയിട്ട് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റേഷ്യോയാണ്, ഈ ഒരു പെർസെൻറ്റേജിനെയാണ് നമ്മൾ SLR എന്ന് വിളിക്കുന്നത്.
സോ ഇത്രയും ഈ ഒരു 4 പോയിന്റ്സിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്നാണ് വിളിക്കുന്നത്. RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് RBIയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ 7 എണ്ണമാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സിനെ വിളിക്കുന്നതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് RBI. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. So let us see the definition. Selective credit control measures are also known as qualitative control techniques. These are adopted to divert the flow of credit from speculative and unproductive activities to productive and more urgent activities. ഈ ഒരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് RBI ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, അതായത് ഊഹക്കച്ചവടങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്യാവശ്യമല്ലാത്ത അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വലിയ യൂസ്ഫുൾ അല്ലാത്ത ആക്ടിവിറ്റിയിലേക്ക് മണി ഡൈവേർട്ട് ചെയ്ത് പോവാതെ അർജന്റ് ആക്ടിവിറ്റിയിലേക്കും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്കും പൈസയെ അല്ലെ മണിയെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് RBI ഉപയോഗിക്കുന്നത്. സോ അതിൽ ഒന്നാമത്തതാണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. ആസ് പെർ ദ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, Reserve Bank of India is empowered to issue directives to any particular bank or banking system, and the banks are bound to comply with the directives issued to them. അപ്പം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം RBIക്ക് എന്തിനുള്ള പവർ കൊടുത്തിരിക്കുന്നു? ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യുവാൻ. ആർക്കൊക്കെ? ടു പർട്ടിക്കുലർ ബാങ്ക്സ്, ബാങ്കിങ് സിസ്റ്റത്തിന് ഡയറക്ഷൻസ് അല്ലെ ഡയറക്റ്റീവ്സ് കൊടുക്കാനുള്ള ആ ഒരു പവർ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് എന്താണ് ഈ തരുന്ന ഡയറക്റ്റീവ്സ് അത് അനുസരിക്കുവാനും അത് നിറവേറ്റുവാനും ആ ഡയറക്റ്റീവ്സ് അനുസരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ബാങ്കുകൾക്കുണ്ട്. സോ ഇതാണ് ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ രണ്ടാമത്തേതാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്. ഈ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് RBI ചില പ്രോഡക്റ്റുകൾക്ക്, ചില കമ്മോഡിറ്റികൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് ചില മാർജിനുകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് ചില മാർജിനുകൾ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ കമ്മോഡിറ്റീസ് ഇൻക്ലൂഡ് ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ സീഡ്സ്. ഫുഡ് ഗ്രെയിൻസ് ഭക്ഷണ ധാന്യങ്ങൾ, ഓയിൽ സീഡ്സ്, ഇങ്ങനെയുള്ള കമ്മോഡിറ്റികൾക്ക് RBI stipulated certain margin requirements on advances which are given against certain commodities. ഈ പറഞ്ഞ കമ്മോഡിറ്റികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അഡ്വാൻസ് കൊടുക്കുമ്പോൾ RBI ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ചില റെഗുലേഷൻസ്, ചില മാർജിൻ റിക്വയർമെന്റ്സ് RBI നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം ഈ ഒരു പ്രൊഡക്റ്റുകളുടെ വില അമിതമായിട്ട് കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് കൂടെയാണ്. നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ട് തന്നെ അവയുടെ വില ക്രമാതീതമായിട്ട് കൂടാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൺട്രോളിങ് മെഷേഴ്സ് കൂടെയാണ്. അപ്പം ഇത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ സീഡ്സ്, വനസ്പതി, ഷുഗർ, അതുപോലെ തന്നെ കോട്ടൺ, ഇങ്ങനെയുള്ള കോട്ടൺ, യാൺ, ടെക്സ്റ്റൈൽസ്, ഇങ്ങനെയുള്ള ഐറ്റംസിനാണ് ഇത് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. സോ അടുത്തതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ RBIയുടെ അടുത്ത ഒരു ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പല പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കുന്ന അവസരത്തിൽ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ഹയർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ അഡ്വാൻസ് ഗ്രാൻഡഡ് ഫോർ യൂസ് വിച്ച് ആർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പം നമുക്കറിയാം ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ ലക്ഷറി ഐറ്റംസിനൊക്കെ പ്രത്യേകം ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ ചാർജ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അവർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുന്നു. എന്നാൽ
ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ അഡ്വാൻസസ് ഫോർ അതർ പർപ്പസ്. സാധാരണഗതിയിലുള്ള ആവശ്യ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചേ ചാർജ് ചെയ്യുകയുള്ളൂ. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ആസ് പെർ ദിസ് സ്കീം RBI ഈസ് പ്രിസ്ക്രൈബ് ഡിഫറെന്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസ് ആർ ഗ്രാൻറ്റഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഗ്രാൻറ്റ് ചെയ്യുന്ന അഡ്വാൻസ് അല്ലെ ലോൺസിന് അതിൻ്റെ പർപ്പസ് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് വേരി ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ പല ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. Clean credit facilities are allowed to borrowers who are not affected by selective credit control measures. അതായത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ ഉൾപ്പെടാത്ത രീതിയിലുള്ള ബോറോവേഴ്സിന് RBI പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലീൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. സോ RBI ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതും മാർക്കറ്റിലെ സ്പെക്കുലേറ്റീവ് ആക്ഷൻസ്, അതായത് മാർക്കറ്റിങ്ങിൽ ഉണ്ടാകുന്ന ഈ ഒരു ഊഹക്കച്ചവടമൊക്കെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കമ്മോഡിറ്റീസിൽ, പ്രത്യേകിച്ചും കമ്മോഡിറ്റി വ്യാപാരത്തിൽ ഊഹക്കച്ചവടം തടയുവാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ് എന്നുള്ള ടെക്നിക്ക് RBI ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ്. ഇപ്പോൾ RBI നമ്മുടെ ഇന്ത്യയിലെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ചില സെലക്റ്റഡ് സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെ അവരെ അൺനെസസറി ആയിട്ടുള്ള ഹാർഡ്ഷിപ്പ്, ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സെലക്റ്റീവ് റിക്വയർമെന്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. സോ അപ്രോപ്രിയേറ്റ് എക്സംഷൻ ആർ ഗ്രാൻറ്റഡ് ടു ഡിസർവിംഗ് ബോറോവേഴ്സ് ഫ്രം ദ സെലക്റ്റീവ് റിക്വയർമെന്റ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ടു അവോയ്ഡ് അൺനെസസറി ഹാർഡ്ഷിപ്സ്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി, അതായത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് വളരെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളെ ഈ ക്രെഡിറ്റ് ലിബറലൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് RBIയുടെ മറ്റൊരു ടെക്നിക്ക് അല്ലെങ്കിൽ വെപ്പൺ ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ഈ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1965 നവംബറിലാണ്. അതിൻ്റെ ഉദ്ദേശം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഏതെങ്കിലും ഒരു ഫ്രഷ് പാർട്ടിക്ക്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഫ്രഷ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട്, 1 crore, 1 കോടിയിലധികം രൂപ ഒരു സിംഗിൾ പാർട്ടിക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ RBIയുടെ ഓതറൈസേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമിന്റെ പ്രധാന ഉദ്ദേശം. So the commercial banks are required to obtain RBI's authorization before granting any fresh credit of ₹1 crore to any single party. So ഇതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. So the last one is loan system for delivery of bank credit. So ഈ ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995ലാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് അബൌട്ട് ഡിസിപ്ലിൻ ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ടു ഗെയിൻ ബെറ്റർ കൺട്രോൾ ഓവർ ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ലോൺ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ ആ മേഖലയിൽ ഒരു ഡിസിപ്ലിൻ, ഇതിൻ്റെ ഉപയോഗത്തിന് ഒരു ഡിസിപ്ലിൻ, ലോൺ എടുത്തിട്ട് അല്ലെ ക്രെഡിറ്റിൽ ക്യാഷ് എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നതിനും മറ്റും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ എമൗണ്ട് എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും ആ എമൗണ്ടിന് ഉപയോഗ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിനാണ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക്, അതായത് മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ടുള്ള RBIയുടെ മോണിറ്ററി ഫങ്ഷൻസിലെ 5ാമത്തെ പോയിന്റും അതിന്റെ സബ് പോയിന്റ്സും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 6ാമത്തെ പോയിന്റ് ആണ് മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധാർമ്മിക ചൂഷണം എന്നുള്ളതാണ്. അതുപോലെ ക്രെഡിറ്റ് റേഷനിങ്, അതായത് ക്രെഡിറ്റിലുള്ള കൺട്രോളിങ്. സോ ഇതാണ് നമ്മൾ 6ാമത്തെ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ട്
നമ്മൾ RBIയുടെ പഠിക്കുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് persuasion of commercial banks to follow certain lines of policies, impressing upon the necessity to do so. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ നല്ല കോപ്പറേഷനും അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റും ഉണ്ടാവാൻ വേണ്ടി RBI കൊടുക്കുന്ന ചില ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ നിബന്ധനകളൊക്കെയാണ് ഈ മോറൽ സൂഷനിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് ഒരു കമ്പൈൽ ചെയ്തിട്ട് കമ്പൽഷനിലൂടെ ചെയ്യേണ്ട കാര്യമല്ലത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വമേധയാ RBIയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആ ഒരു മെക്കാനിസമാണ് മോറൽ സൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സിസ്റ്റം പ്രകാരം അണ്ടർ ദിസ് സിസ്റ്റം RBI അറേഞ്ച് മീറ്റിംഗ്സ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ഫ്രീക്വന്റ്ലി സെൻഡ് സർക്കുലേഴ്സ് ടു ദം ഫോർ പെർസ്യൂഡിംഗ് എ പെർട്ടിക്കുലർ ലൈൻ ഓഫ് ആക്ഷൻ. ഇപ്പോൾ RBI മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒക്കെ വിളിച്ചിട്ട് ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടുന്നു, അതുപോലെ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർക്ക് സർക്കുലേഴ്സ്, ലെറ്റേഴ്സ്, ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നു. സോ ഇതൊക്കെയാണ് ഈ മോറൽ സൂഷനിൽ പ്രധാനമായിട്ടും RBI ചെയ്യുന്നത്. Then the seventh point is direct action. സോ ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഇടപെടൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ RBI മറ്റ് വെപ്പൺസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ RBI ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദിസ് വെപ്പൺ വെരി ഓഫൺ. ഈ ഒരു ടെക്നിക്ക് RBI അങ്ങനെ ഉപയോഗിക്കാറില്ല. ബട്ട് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് വെൻ ഓൾ അതർ മെഷേഴ്സ് ഫെയിൽ. മറ്റെല്ലാ ടെക്നിക്സും ഉപയോഗപ്രദമല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ഡയറക്റ്റ് ആക്ഷൻ RBI ഉപയോഗിക്കുന്നത്. ഇപ്പം എന്താണത്? ഈ ഡയറക്റ്റ് ആക്ഷനിൽ പ്രധാന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇറ്റ് ഇംപ്ലൈസ് ദ റിഫ്യൂസൽ ഓഫ് ദ റിസർവ് ബാങ്ക് ടു എക്സ്റ്റെൻഡ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ടു ദ ബാങ്ക് വിച്ച് ഫോളോ അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസ്. അതായത് ഏതെങ്കിലും ബാങ്കുകൾ അൺസൗണ്ട് ആയിട്ടുള്ള, ഇല്ലീഗൽ ആയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തിക്കഴിഞ്ഞാൽ അതിന് RBI അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ RBI തൻ്റെ ഒരു റിസർവ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ള റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ആ ബാങ്കുകളിൽ നിന്നും റെഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പിൻവലിക്കും. അപ്പം എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് ഏതെങ്കിലും ബാങ്കുകൾ ചെയ്യുന്നതായിട്ട് RBI ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ RBI തൻ്റെ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല, അത് റെഫ്യൂസ് ചെയ്യും, അത് തടയും. സോ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ആക്ഷനിലെ പ്രധാനമായിട്ടും RBI ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് ദ എയ്ത്ത് പോയിന്റ് ഈസ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. RBIയുടെ മോണിറ്ററി പോളിസിയിലെ ലാസ്റ്റ് ആണ് കൺട്രോൾ ഓഫ്, എട്ടാമത്തേതാണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. RBI ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദ സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് RBI ടു ഡീൽ in foreign exchange, gold coin and bullion. It has the responsibility to maintain the official rate of exchange. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റ് RBIക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, സോ ഇങ്ങനെയുള്ളതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാനും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാനും ഒക്കെയുള്ള പവർ RBIക്കാണ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻ പെർഫോംഡ് ബൈ ദ RBI. RBI ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ബാങ്ക് ചെയ്യേണ്ട ഒരു ഫങ്ഷനാണ് ഈ കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും 8 പോയിന്റ്സ് ആണ് RBIയുടെ മോണിറ്ററി ഫങ്ഷൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ 8 പോയിന്റും എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ബാങ്കർ ടു ദ ഗവൺമെന്റ്, ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, മോറൽ സൂഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ്, ഡയറക്റ്റ് ആക്ഷൻ ആൻഡ് കൺട്രോളർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് RBIയുടെ നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. അത് മെയിൻലി 2 ഫങ്ഷൻസ് ആണ്, സൂപ്പർവൈസറി ഫങ്ഷൻസ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻസ്.
അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.